ഉണ്ടല്ലോ. എനിക്ക് മാത്രമാണ് ഇങ്ങനെ തോന്നുന്നു തരത്തില്ല, ചിലപ്പോൾ തന്ത വൈബായിരിക്കും. ഞാനീ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്കും ഇങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യണം. നമ്മുടെ ആൾക്കാരുടെ വൈബ് എന്ന് അറിയുന്നുണ്ട്. ഗൗരി ലക്ഷ്മി എന്ന് പറയുന്ന പാട്ടുകാരിയെ നിങ്ങൾക്കറിയായിരിക്കും. അവരുടെ യൂട്യൂബ് ചാനലിലേക്ക് പോയി കഴിഞ്ഞാൽ കുറേ വർക്ക് അവർ ചെയ്തിട്ടുണ്ട്. ഗൗരി ലക്ഷ്മി എന്ന് പറയുന്ന പാട്ടുകാർ നല്ല രീതിയിൽ പാട്ട് പാടുന്ന, നല്ല പെർഫോമൊക്കെ ചെയ്യുന്ന, സ്റ്റേജിലൊക്കെ ഗംഭീര പെർഫോം ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ്. ഞാൻ അവരെ മറ്റു രീതിയിൽ ആക്ഷേപിക്കാൻ വേണ്ടിയല്ല ഈ വീഡിയോ ചെയ്യുന്നത്. പക്ഷേ ഇവരുടെ യൂട്യൂബ് ചാനലിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവർ കുറേ കവർ വീഡിയോ ചെയ്തിട്ടുണ്ട്. പഴയ പാട്ടൊക്കെ എടുത്തിട്ട് അതിൻ്റെ കവർ വെർഷൻ ചെയ്യാറുണ്ട്. ഇതിപ്പോഴത്തെ ട്രെൻഡാണ്. പഴയ പാട്ടൊക്കെ എടുത്തിട്ട് ആൾക്കാർ അവിടെ എവിടെയും കുറച്ച് എന്നൊക്കെ കയറ്റിയിട്ട് ഒരു കവർ ചെയ്യും. അങ്ങനെ പ്രണയമണി തൂവൽ പൊഴിയും പവിഴമഴ എന്ന് പറഞ്ഞ അഴകിയ രാവണൻ സിനിമയിൽ ഒരു പാട്ട് എടുത്തിട്ട് ഇതുപോലെ കവർ ചെയ്തിട്ടുണ്ട്. അതും വേറൊരു പാട്ട് കൂടെ മിക്സ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ പാട്ടെടുത്ത് ചെയ്തിട്ട് ഇവരൊരു വെള്ള സാരിയൊക്കെ എടുത്തിട്ട് ഒരു കണ്ടത്തിൽ കിടന്നിട്ട് ചെളിക്കകത്ത് കിടന്ന് ഉരുളുകയാണ്. ഇതാണ് ഇവരുടെ വർക്ക് എന്ന് പറയുന്നത്. കമൻറ്റ് ബോക്സൊക്കെ നോക്കി കഴിഞ്ഞാൽ സൂപ്പർ അടിപൊളി എന്നൊക്കെ രീതിയിൽ ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാരൊക്കെ ഞാൻ ഈ ചിന്തിച്ച പോലെ തന്നെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഈ അഴകിയ രാവണൻ സിനിമയിലെ ഈ പാട്ടെന്ന് പറയുന്നത് വിദ്യാസാഗറാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്, കൈതപ്രമാണ് എഴുതിയിരിക്കുന്നത്, യേശുദാസാണ് പാടിയിരിക്കുന്നത്. ഗംഭീര പാട്ടാണ്. ഇപ്പോഴും നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, അഴകിയ രാവണൻ സിനിമയിലെ പ്രണയമണി തൂവൽ പൊഴിയും പവിഴമഴ എന്നുള്ള രീതിയിൽ പാട്ട് കേൾക്കാൻ നേരത്ത് ഗംഭീര പാട്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വിദ്യാസാഗറൊക്കെ മാജിക് പോലെ ചെയ്തു വെച്ചിരിക്കുന്ന വർക്കാണ്. വരി വരുന്നു, അതിൻ്റെ രീതിയിൽ ഒരു കമ്പോസ് ചെയ്യുന്നു, ആ പാട്ട് ഗംഭീരമായിട്ട് യേശുദാസ് പാടുന്നു. ഈ പാട്ട് അതുപോലെ ചുരണ്ടിക്കൊണ്ട് വന്നിട്ട് പൊറോട്ട അടിക്കുന്ന പോലെ ഇട്ട് അടിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ടീം ഇപ്പോൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇവരൊക്കെ കലാകാരന്മാരെന്നുള്ള രീതിയിൽ ഈ കലയെ അങ്ങ് ഇല്ലാതാക്കി കളയുന്ന പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്തവൈബായി പോകുന്നൊരവസ്ഥയാണ്. ഈ പാട്ടെന്ന് പറയുന്നത് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ഗംഭീര പാട്ടെടുത്തുകൊണ്ട് വന്നിട്ട് ഗംഭീരമായ ഒരു വർക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ. ഇവരുടെ പേജിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ അത്യാവശ്യം ആൾക്കാർക്കെല്ലാം ഇഷ്ടപ്പെട്ട കുറേ വർക്കുള്ള പാട്ടൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഇതുപോലെ വെച്ച് അങ്ങ് കളഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ കുറേ കമൻറ്റുകൾ വന്നിട്ടുണ്ട്. ഞാൻ കമൻറ്റ് ഓരോന്ന് വായിക്കാം. കുറേ ആൾക്കാർ ഞാൻ ഉദ്ദേശിച്ച പോലെ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കമൻറ്റുകൾ ഇങ്ങനെയാണ്: നല്ലൊരു പാട്ടിനെ വെറുപ്പിച്ച് കയ്യിൽ തന്നു. സത്യം എനിക്ക് ആ പാട്ട് കേട്ടാൽ ഇവർ ചെളി കിടന്ന് ഉരുളുവാണ്. എന്നിട്ട് ഈ പാട്ടും കൊടുത്തിരിക്കുകയാണ്. ആ പാട്ടിനകത്തിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ചുമ്മാ അങ്ങ് കച്ചറയാക്കി കളയുന്ന ആ പാട്ടൊക്കെ കച്ചറയാക്കി കളഞ്ഞു, നല്ല ബോറാക്കി. വിമർശിച്ചാൽ സ്ത്രീ വിരുദ്ധത എന്ന് പറഞ്ഞ് മൂന്ന്. ഇതിനകത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഗൗരി ലക്ഷ്മിയുടെ എൻ്റെ പേര് പെണ്ണ്, എനിക്ക് വയസ്സ് 22 എന്നുള്ള രീതിയിൽ അവർ തന്നെ എഴുതി പാട്ടൊക്കെ കമ്പോസ് ചെയ്തൊരു പാട്ടൊക്കെ ഉണ്ട്. അത് അവരുടെ ക്രിയേറ്റിവിറ്റിയാണ്, ഞാൻ അതിനെ ബഹുമാനിക്കുന്നു. അതിനെയൊന്നും നമ്മൾ കളിയാക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല. അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർക്ക് പാടാനൊക്കെ പറ്റും. അവരുടെ കഴിവനുസരിച്ച് അവരൊരു പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി, അവരുടെ എക്സ്പീരിയൻസ് ആണെന്ന് പറയുന്നുണ്ട്. ഞാൻ അതിനെ റെസ്പെക്ട് ചെയ്യുന്നു. ഞാൻ അതിനകത്തൊന്നും പറയാനും ആഗ്രഹിക്കുന്നില്ല. ചില ആൾക്കാരൊക്കെ അതിനെ ട്രോള് കണ്ടിട്ടുണ്ട്. ഞാൻ അങ്ങനെ ട്രോളാനൊന്നും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നല്ല വർക്കൊക്കെ കൊണ്ടുവന്നിട്ട് നമുക്ക് പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. അതല്ലാതെ വേറെ ആരെങ്കിലും മനോഹരമായി ചെയ്തിരിക്കുന്ന ഒരു വർക്കിനെ കൊണ്ടുവന്നിട്ട് പൊറോട്ട ഇട്ട് അട്ടിക്കുന്ന പോലെ ഇങ്ങനെ അട്ടിക്കത്തില്ലേ പൊറോട്ട, ഇതുപോലെ ഇട്ട് അട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പാട്ടിനെ. അങ്ങ് ഇല്ലാതാക്കി കളയുന്നൊരു പരിപാടി. നമ്മൾ എന്തായാലും പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീവിരുദ്ധനാക്കി കളയുന്ന ഒരു കലാപരിപാടി നമ്മുടെ നാട്ടിൽ നിന്നുണ്ട്. കഴിവും ഭാഗ്യമുള്ളവർ നല്ല പാട്ടുകൾ ഉണ്ടാക്കും. അത് അനുകരിച്ച് കുളമാക്കാൻ കുറേ ഉണ്ടാവും. വേറൊന്നും തോന്നരുത്, അറിയാണ്ട് കയറിപ്പോയതാണെന്നുള്ള രീതിയിലൊക്കെയാണ് ആൾക്കാർ കമൻറ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ പാട്ടിനെ പറ്റിയാണ് ഉള്ളത് പറയട്ടെ, ബോറാണ് എന്നുള്ള രീതിയിൽ കമൻറ്റ് ഇടുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ നാട്ടിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ വെച്ച് ഫീമെയിൽ സിംഗേഴ്സ് എന്നൊക്കെ പറയുന്നത് ചിത്ര, അതുപോലെ കുറേ പാട്ടുകാരൊക്കെ ഉണ്ട്. ചിത്ര ചേച്ചി എന്ന് പറയുന്നത് നമ്മൾ വിളിക്കുന്ന ചിത്രയാണ്. ഭയങ്കര പാട്ടുകാരിയാണ്. ഇവർ എത്രത്തോളം പാട്ടുകൾ മലയാളത്തിൽ പാടിയിട്ടുണ്ട് എന്ന് പോലും നമുക്ക് സംശയമാണ് അല്ലേ? എത്രത്തോളം പാട്ട് ചിത്ര എന്ന് പറയുന്ന പാട്ടുകാരി പാടിയിട്ടുണ്ട്. ഇവർ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ പാടി വെച്ച പാട്ട് കുളമാക്കി കളയാൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വെറുതെ എന്നൊക്കെ കയറ്റിയിട്ട് അലമ്പാക്കി കളയാൻ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അതാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. ഒരു കമ്പോസ് ചെയ്ത ഒരാടെ ഒരു മാജിക് ഉണ്ട് ആ പാട്ടിന്. അത് അയാളുടെ ക്രിയേറ്റിവിറ്റിയുടെ അങ്ങ് അറ്റമാണ് നമ്മൾ കണ്ടത്. അതുപോലെ ചുരണ്ടിക്കൊണ്ട് വന്നിട്ട് കച്ചറയാക്കി കളയുന്നൊരു പരിപാടിയെ നമ്മൾ വിമർശിക്കണം. ഇതിനെന്താ വിമർശിക്കാതിരിക്കുക? ഇതെന്താ പറയാൻ എത്ര ബുദ്ധിമുട്ടെന്താ ആൾക്കാർക്ക്? തന്നെ ആര്യാദയാലം എന്ന് പറഞ്ഞൊരു പാട്ടുകാരി ഉണ്ടായിരുന്നു. ഉണ്ടല്ലോ കന്നില്ലുണ്ടല്ലോ, ഇവരിങ്ങനെ ഒരു പാട്ട് എന്ന് പറഞ്ഞുകൊണ്ടൊരു സംഭവം ഇട്ട് കൊടുക്കും. എന്നിട്ട് നടുക്ക് സാംബശിവൻ കഥാപ്രസംഗം പറയുന്നത് പാട്ടിനിടയ്ക്ക് ഇന്ന് കഥാപ്രസംഗം. ആദ്യമൊക്കെ ഇവർക്ക് നല്ല രീതിയിൽ ആൾക്കാർ കൈയടിച്ചായിരുന്നു.
അമിതാഭ് ബച്ചനൊക്കെ പാട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. കോവിഡ് സമയത്ത് ഭയങ്കര ഹിറ്റായി. ഇത് കഴിഞ്ഞിട്ട് നോക്കുന്നത് ഇത് ഭയങ്കര വെറുപ്പീര്, ഉണ്ടല്ലോ കണ്ണിലുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വെറുപ്പീര്. എന്നിട്ട് അടിയെ കൊല്ലുത് ഇങ്ങനെ ഒരു പാട്ടില്ലേ, എനിക്ക് നമ്മൾ പാട്ടുകാരനില്ലാത്തതുകൊണ്ടാണ് ഞാൻ പാടാത്തത്, ചിലപ്പോൾ വരികളിലൊക്കെ തെറ്റുപോയി. നമ്മളിത് ആസ്വദിക്കുന്ന ആൾക്കാരാണ്. ഇതിങ്ങനെ വന്നിട്ട് ഉണ്ടല്ലോ എന്നിങ്ങനെ വരത്തില്ലേ അടിയേ, ഇതിങ്ങനെ നീട്ടി ഇങ്ങനെ കൊണ്ടുപോവുക. ഇവരെന്താ ചെയ്യുന്നതെന്നുള്ള എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു പാട്ടിനെ അങ്ങോട്ട് എടുത്തു വെക്കും, അത് നല്ല രീതിയിൽ മാജിക്ക് പോലെ ഒരാൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പാട്ടായിരിക്കും. ഈ പാട്ട് അങ്ങോട്ട് എടുത്തു വെച്ചിട്ട് ഇതെങ്ങനെയൊക്കെ വൃത്തികേടാക്കാൻ പറ്റുമോ, എങ്ങനെയൊക്കെ ഇത് വലിച്ചു നീട്ടാൻ പറ്റുമോ, ഇങ്ങനൊരു കലാപരിപാടിയാണ്. ഇന്നലെ ഞാൻ നോക്കാൻ നേരത്തെ വേറൊരാളൊരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ശിവരാമകൃഷ്ണനില്ലേ പാട്ടുകാരൻ, ഇതേപോലെ തന്നെ ഒരു പാട്ടൊക്കെ പാടുന്ന ആളാണ്. പുള്ളിക്കാരനൊരു പോസ്റ്റ് ഇടുക, ഞാൻ എൻ്റെതായ രീതിയിൽ കവർ സോങ് പാടാൻ ഉദ്ദേശിക്കുന്ന പാട്ടുകൾ പാടിയിരിക്കുന്ന ഞാൻ നെഞ്ചിലേറ്റിയ ഞാൻ ഗുരു തുല്യരായി കാണുന്ന എൻ്റെ എക്കാലത്തെയും പ്രിയങ്കരായ ചില ഗായകരുടെ അവരുടെ ഫോട്ടോസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവരൊന്നും ഇല്ലെങ്കിൽ എനിക്ക് ജീവിതത്തിൽ സംഗീതമില്ല. ഇവർ പാടി വെച്ച പാട്ടുകൾ തൊടുക എന്ന് മാത്രമല്ല 1000 ആവർത്തി ഇനി പാടുകയും ചെയ്യും. അതിനൊരു സംഗീത പ്രേമി മുതലാളിയുടെയും ഒരു സമ്മതവും എനിക്ക് വേണ്ട എന്നുള്ള രീതിയിൽ യേശുദാസിൻ്റെയും SPB ബാലസുബ്രഹ്മണ്യത്തിൻ്റെയൊക്കെ ഫോട്ടോസൊക്കെ കൊടുത്തിട്ട് പുള്ളിക്കാരൻ പറയും. പുള്ളിക്കാരൻ ഈ അടുത്ത സമയത്ത് കുറേ ആൾക്കാർ ട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു. പുള്ളിക്കാരൻ ഇങ്ങനെ നീട്ടി വലിച്ച് ചില പാട്ടുകളെയൊക്കെ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ ആൾക്കാർ വിമർശിച്ചാണ് പുള്ളിക്കാരനെ കൊണ്ടിരിക്കുന്നത്. ഈ കലാകാരന്മാരുണ്ടല്ലോ, ഇപ്പം യേശുദാസും അതുപോലുള്ള കലാകാരന്മാരൊക്കെ പാടി വെച്ചൊരു പാട്ടുണ്ട്. ഈ പാട്ടിലൊക്കെ ഇപ്പോഴും നമ്മൾ ഒരു കലാകാരൻ മരിച്ചാലും നിലനിൽക്കുന്നതാണ് ഇവരുടെ വർക്കുകളെന്ന് പറയുമ്പോൾ. അങ്ങനെ നിൽക്കുന്ന വർക്കുകളൊക്കെ ഉണ്ട്. ഇപ്പം SP ബാലസുബ്രഹ്മണ്യത്തിൻ്റെ പാട്ടൊക്കെ നമ്മൾ നോക്കുക, ഇപ്പോഴും നമ്മൾ നോക്കുക, എത്ര കിഡിലായിട്ട് വർക്കാണ്. ഇതുകൊണ്ട് വന്നിട്ട് കച്ചറയാക്കിയിട്ട് ആൾക്കാരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നവർ സംഗീത പ്രേമി മുതലാളി എന്നുള്ള രീതിയിലൊക്കെയാണ് ഇവർ പറയുന്നത്. ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് പാട്ടും പാടും, എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ഇടയിൽ കയറ്റിയും വെക്കും, കച്ചറയാക്കി കളി. അതേസമയം നിങ്ങളുടെ ഒരു വർക്ക് അങ്ങ് എടുക്ക്, എന്നിട്ട് ഒരാളെ വെച്ച് എഴുതി കമ്പോസ് ചെയ്ത് നിങ്ങളങ്ങ് പാടും. അതാണ് നിങ്ങളുടെ വർക്ക് എന്ന് പറയുമ്പോൾ. ക്രിയേറ്റീവായിട്ട് നിങ്ങൾ ചെയ്യും. ഇതല്ലാതെ പണ്ട് നല്ല കഴിവും പ്രാപ്തിയൊക്കെ ഉള്ള ആൾക്കാർ എടുത്ത് വെച്ചിരിക്കുന്ന പാട്ട് ചൊരണ്ടി എടുത്തിട്ട് അതിനെ കൊലയ്ക്ക് കൊടുക്കുന്ന പോലെ സ്റ്റേജിൽ കയറിയുന്ന പാട്ടും പാടി വലിയ കലാകാരനാണെന്ന് പറഞ്ഞിട്ട് അർത്ഥമില്ല. ഉണ്ടല്ലോ നിങ്ങളിപ്പോഴും നോക്കുക, ആ ട്രോള് ജസ്റ്റ് കയറി നോക്കിയാൽ മതി ഇവരുടെ പാട്ടിൻ്റെ. എന്നിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഇരുന്ന് കഥാപ്രസംഗം പറയുക, ഷോ കാണിക്കുക, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്. എനിക്ക് കുറേ നാളായിട്ട് പറയണമെന്ന് ആഗ്രഹിച്ചൊരു കാര്യമാണ്. സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാതെ വല്ലവൻ്റെ പാട്ടടിച്ച് മാറ്റിയിട്ട് ഇതൊക്കെ കാണാൻ നേരിട്ട് ഇളയരാജ എന്ന് പറയുന്ന ആളില്ലേ, പുള്ളിക്കാരന് ആദ്യമൊക്കെ നമ്മൾ വിചാരിച്ചു പുള്ളിക്കാരൻ ചെയ്തു വെച്ചിരിക്കുന്ന വർക്ക് വേറൊരാളുടെ എടുത്ത് പാടരുത് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചു എന്തൊരു ധാർഷ്ട്യമാണെന്നൊക്കെ വിചാരിച്ചു. സത്യം പറഞ്ഞാൽ പുള്ളിയുടെ കഴിവ് എന്നുള്ള രീതിയിൽ ചെയ്തു വെച്ചിരിക്കുന്ന വർക്ക് കണ്ടവനും കൊണ്ടുപോയിട്ട് ഇതുവരെ എന്നൊക്കെ പറഞ്ഞ് സൗണ്ടും കയറ്റി കച്ചറയാക്കുന്നത് പുള്ളി നേരത്തെ മനസ്സിൽ കണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കും പുള്ളി പറഞ്ഞത് തൊട്ടു വായിക്കരുത് എൻ്റെ വർക്കിൽ നിന്ന്. പ്രണയമണി തൂവൽപ്പൊഴിയും പവിഴമഴ എന്നുള്ളൊരു പാട്ട് വെച്ചിട്ട് ആ പാട്ടിനെ എങ്ങനെല്ലാം നശിപ്പിക്കാൻ പറ്റുമോ ആ രീതിയിൽ നശിപ്പിച്ചിട്ട് ഒരു വെള്ള സാരി എടുത്ത് ചെളി കിടന്ന് ഉരുണ്ടിട്ട് ഇത് മഹാസംഭവമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിച്ച് തരാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചുമ്മാ എന്നിട്ട് കഥാപ്രസംഗം ഇതിൻ്റെ ഇടയ്ക്ക് ഇരുന്ന് കഥാപ്രസംഗം. ചില ആൾക്കാരൊക്കെ വാവ് വണ്ടർഫുൾ അടിപൊളി എന്നൊക്കെ പറഞ്ഞിട്ട് കൈയടിക്കും. എനിക്കതൊക്കെ കാണുന്ന നേരത്ത് കച്ചറയായിട്ടാണ് തോന്നുന്നു. സത്യം പറഞ്ഞാൽ എനിക്കത് കച്ചറയായിട്ടാണ് തോന്നുന്നു. പൊറോട്ട അടിക്കുന്ന പോലെ പാട്ടടിച്ച് നശിപ്പിച്ച്. വിദ്യാസാഗർ, ഞാൻ ഈ അടുത്ത സമയത്ത് വിദ്യാസാഗറിൻ്റെ നമ്മൾ പണ്ട് മുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ദേവദൂതൻ സിനിമയില്ലേ, അത് റിലീസ് വന്നിട്ടുണ്ട്. ഞാൻ അത് സിനിമ കാണാൻ പോയതെന്ന് വെച്ചാൽ ആ തിയേറ്ററിൽ അതിൻ്റെ മ്യൂസിക്കിൻ്റെ എക്സ്പീരിയൻസ് കേൾക്കാൻ പറ്റും. അത്രത്തോളം മ്യൂസിക്കാണ് ആ സിനിമയിൽ. അത് തുടങ്ങുമ്പം തന്നെ ആ ഫീൽ കിട്ടും മ്യൂസിക്കിൻ്റെ. നമുക്ക് രോമാഞ്ചം ഉണ്ടാക്കുന്ന രീതിയിലുള്ള വർക്കാണ് ഇവരൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത്. ലെജൻഡായിട്ടുള്ള ആൾക്കാരാണ്. ഒന്നുമില്ലെങ്കിൽ അവരെ പറയിപ്പിക്കുന്ന രീതിയിൽ ഇമാതിരി കോപ്രായം കാണിക്കാതിരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയുള്ളൂ. പറയുമ്പോൾ ചിലപ്പം നമ്മളത് അന്ധവൈവായി പോകുമായിരിക്കും. എന്നാലും കുഴപ്പമില്ല, ഇതെൻ്റെ സ്വാതന്ത്ര്യമാണ്. ഇന്ത്യയിലാണ് ഞാൻ ജീവിക്കുന്നത്. ഇത് പറയാനുള്ള സ്വാതന്ത്ര്യമൊക്കെ എനിക്കുണ്ട്. പാടാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്നല്ലേ പറയുന്നത്. ഇത് പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്കും ഉണ്ട്. കച്ചറയൊക്കെ കളയരുത് എന്ന് മാത്രമേ എനിക്ക് പറയുള്ളൂ.